ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വേൾഡ് മാട്രിമോണിയിൽ എങ്ങനെയാണ് പ്രൊഫൈൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരുപാട് എൻക്വയറികൾ വേൾഡ് മാട്രിമോണിയിൽ പ്രൊഫൈൽ ചെയ്യുന്നതിന് എൻക്വയറികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വേൾഡ് മാട്രിമോണിയിൽ പ്രൊഫൈൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് നെയിം ഇവിടെ അടിക്കണം. ഫസ്റ്റ് നെയിം അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നെയിം നമുക്ക് അടിക്കണം. അതിപ്പോൾ ഇനിഷ്യലായാലും അച്ഛൻ്റെ പേരായാലും ഏതായാലും നമ്മളിവിടെ ഇനിഷ്യലായാലും അത് സെലക്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇമെയിൽ ഐ ഡി വേണം. ഇതിനകത്ത് പ്രൊഫൈൽ ചെയ്യണമെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി അത്യാവശ്യമാണ്. അതാണ് യൂസർ നെയിം ആയിട്ട് വരിക. അപ്പോൾ ഇമെയിൽ ഐ ഡി നമ്മൾ ഇല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇമെയിൽ ഐ ഡി ഇല്ലാതെ ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ ഇമെയിൽ ഐ ഡി അടിക്കുക. അപ്പോൾ ഇമെയിൽ ഐ ഡി കഴിഞ്ഞ ശേഷം നമ്മൾ കൺട്രി കോഡ് സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് കൺട്രിയിലാണോ താമസിക്കുന്നത്, ഏത് കൺട്രിയിലെ കോഡോ മൊബൈൽ നമ്പറാണോ കൊടുക്കേണ്ടത്, അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. കൺട്രി കോഡ് സെലക്ട് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പം അതിനുശേഷം നമ്മൾ മാളാണോ ഫീമെയിലാണോ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഫീമെയിലാണോ ഫീമെയിൽ സെലക്ട് ചെയ്യുക, മാളാണോ മാൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഏതാണ്, ജനിച്ച ദിവസം ഏതാണെന്നുള്ളതാണ് ജനിച്ച ദിവസം നമ്മളിവിടെ ഞാൻ കൊടുക്കുക. അതിനുശേഷം മന്ത്, ഏത് മാസത്തിലാണോ നമ്മൾ ജനിച്ചത് ആ മാസം ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജനിച്ച ഇയർ, ഏത് ഇയറിലാണ് നമ്മുടെ ബർത്ത് ഇയർ, ആ ഇയർ നമ്മളിവിടെ കൊടുക്കുക. ആ ഇയർ കൊടുത്തതിന് ശേഷം നമ്മൾ കാസ്റ്റ് സെലക്ട് ചെയ്യുക. ഏത് കാസ്റ്റാണ്, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം, അത് ഏത് കാസ്റ്റാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏതാണോ സബ് കാസ്റ്റ് ആ കാസ്റ്റ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രി, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്താണോ കൊടുക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇന്ത്യ കൊടുക്കണം. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് എടുക്കാം. പാസ്വേഡ് നമ്മുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൊടുക്കണമെന്നില്ല. ഏത് പാസ്വേഡ് ആയാലും 6 അക്ക നമ്പർ പാസ്വേഡ് തന്നെ വേണം, വേറെ പറ്റില്ല. അപ്പോൾ ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള 6 അക്ക നമ്പർ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ മൊബൈലിൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുത്താലും മതി, ഇത് ശരിയാകും. പിന്നെ അതിനുശേഷം കൺഫേം പാസ്വേഡ് വേണം. ഇത് നമ്മൾ അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 പാസ്വേഡ് ഒരുമിച്ച് വന്നെങ്കിലേ അത് കൺഫേം ആകും. അത് മിസ്സിങ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എഗ്രി, ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ദ ടേംസ് ഓഫ് യൂസ് ആൻഡ് പ്രൈവസി പോളിസി. ഇത് നമ്മൾ എഗ്രി ചെയ്യണം. ഈ എഗ്രി ചെയ്തെങ്കിൽ രജിസ്റ്റർ ആവത്തുള്ളൂ. അതായത് നമ്മൾ ഇത് എല്ലാം ഇതിൻ്റെ പോളിസി നമുക്ക് ബാധകമാണെന്നുള്ളതാണ് ഇത്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എൻ്റെ രജിസ്റ്റർ ആയി, കംപ്ലീറ്റഡ് ആയി. ഫസ്റ്റ് പേജാണ് ഇന്നത് കംപ്ലീറ്റ് ആയി. അതിനകത്ത് നമ്മൾ കുറേ പ്രൊഫൈൽസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈലിനുള്ളത് നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ എബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവില്ല, നമ്മളെങ്ങനെയുണ്ടാവും, എങ്ങനെയാണ്, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക.
ഇതിൽ നമുക്ക് എന്ത് ഈ എബോട്ടൂസിൽ നമ്മളെ കുറിച്ചുള്ള കഴിവുകൾ നമ്മൾ ചെയ്ത പ്രോഗ്രാംസ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഹൈറ്റ് കൊടുക്കണം. ഈ ഹൈറ്റിൽ നമ്മൾ എത്ര ഇതാണെന്നുള്ളതാണ് നമ്മൾ ഈ ഹൈറ്റ് കൊടുക്കേണ്ടത്. അത് ഇഞ്ച് പറ്റില്ല, സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇഞ്ച് കൊടുത്താൽ പറ്റില്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആൾറെഡി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുച്വൽ ചൂസ്. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ടുണ്ടോ അത് ഡൈവേഴ്സ് ആണോ മാരീഡ് ആണോ എന്നതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അത് കൊടുത്തതിന് ശേഷം ഇവർ ഫിസിക്കൽ ചൂസ് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ നോർമലാണോ എന്നുള്ളത് അതിവിടെ കൊടുക്കും. അതിനുശേഷം സബ് കാസ്റ്റ്, നമ്മൾക്ക് ഏതെങ്കിലും സബ് കാസ്റ്റ് ഉണ്ടെങ്കിൽ ഈഴവയല്ലാതെ അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കണം. ഞാൻ വീണ്ടും ഈഴവൻ തന്നെ കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബോഡി ടൈപ്പ് നമ്മൾ സ്ലിം ആണോ ഫാറ്റ് ആണോ ആവറേജ് ആണോ ഫാറ്റ് ആണോ ഫിറ്റ് ആണോ എന്നുള്ളത് നമ്മളോട് കൊടുക്കണം. സ്കിന്ന്, നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, കളറാണോ നല്ല കളറാണോ മീഡിയം ആണോ ഡാർക്ക് ആണോ, അപ്പോൾ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അതിനുശേഷം സ്റ്റാർ, ഏതാണ് നമ്മുടെ സ്റ്റാർ, നക്ഷത്രം നമ്മളിവിടെ സെലക്ട് ചെയ്യണം. നക്ഷത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് ചൊവ്വാദോഷമുണ്ടോ, നമ്മുടെ ജാതകം അറിയത്തില്ലയോ, നോർമലാണോ ശുദ്ധ ജാതകമാണോ, ഇതെല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സേവ് ചെയ്യണം. ഒരുമാതിരി പെട്ടവരൊന്നും ഇത് ഫുള്ള് ടൈപ്പ് ചെയ്ത് വെച്ചാലും സേവ് ചെയ്യത്തില്ല. സേവ് ചെയ്ത് വരുമ്പോഴത്തേനും ഈ അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും ഇത് ഫുള്ള് ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ അഡ്മിൻ്റെ ഇതിലേക്ക് ഒന്നും ഉണ്ടാവില്ല, ഒരു ഡീറ്റെയിൽസും വരില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ സേവ് ചെയ്യുക. സേവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആ ഡീറ്റെയിൽ ഇവിടെ ആയിക്കഴിഞ്ഞു. അപ്പം ആ ഡീറ്റെയിൽ അയച്ചതിന് ശേഷം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അച്ഛൻ്റെ പേര് നമ്മളിവിടെ അടിക്കുക. അച്ഛൻ്റെ പേര് അടിച്ചിട്ട് എന്താണ് ജോലി, അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ എന്താണോ അച്ഛൻ്റെ ജോബ് അതിവിടെ കൊടുക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ജോബാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ അമ്മയുടെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പം അമ്മയുടെ പേര് കൊടുക്കുക. അമ്മയുടെ പേര് കൊടുത്തതിന് ശേഷം അമ്മ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ അമ്മയുടെ ഡീറ്റെയിൽ കൊടുത്തു. പിന്നെ നമുക്ക് സിബ്ലിയൻസ്, നമ്മുടെ ചേട്ടന് എത്ര പേരുണ്ട്, പെങ്ങളുണ്ട്, അതൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുക. അവർ മാരീഡ് കഴിഞ്ഞു, സോറി ചേട്ടനാണെങ്കിൽ ചേട്ടൻ, ആ ചേട്ടന് മാരീഡ് കഴിഞ്ഞു എന്നാണ് ഇവിടെ. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. മാരീഡ് കഴിഞ്ഞെങ്കിൽ മാരീഡ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ നമ്മൾ ചെയ്യുക. എത്ര പേരുണ്ട്, പിന്നെ അച്ഛനമ്മ, പിന്നെ ചേട്ടൻ, പെങ്ങളുണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക.
ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഫാമിലി ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം നമ്മളിവിടെ സേവ് ചെയ്യുക. സേവ് ചെയ്യാതെ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് ക്യാൻസലായി പോകും. അപ്പോൾ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതായി കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് അത് നമ്മൾ വന്ന് പിന്നെ അതിന് ശേഷം ഗ്രൂം ലൊക്കേഷൻ. ഗ്രൂം ലൊക്കേഷൻ സിറ്റി, ഏത് സിറ്റിയാണ് നമ്മൾ താമസിക്കുന്നതെന്നുള്ളതാണ് ഈ സിറ്റി. ഇപ്പോൾ സിറ്റി ഇവിടെ അടിച്ചതിന് ശേഷം ഡിസ്ട്രിക്ട്, ഏത് ജില്ലയാണ്, പിന്നെ അതിന് ശേഷം സ്റ്റേറ്റ്, സ്റ്റേറ്റ് കഴിഞ്ഞ ശേഷം ഇന്ത്യ, ഏത് രാജ്യത്താണോ നമ്മൾ താമസിക്കുന്നത് ആ രാജ്യം സെലക്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഇന്ത്യ തന്നെ കൊടുക്കുക. അപ്പം അത് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അവിടെ കാണാൻ പറ്റും. മിക്ക ആൾക്കാരും ഇത് ടൈപ്പ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യില്ല. സേവ് ചെയ്യാതെ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ക്യാൻസലായി പോകും. അപ്പം അടുത്ത പെർഫോമൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. എഡ്യൂക്കേഷൻ നമ്മളിവിടെ കൊടുക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഏതാണെന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. കൊടുക്കുക. അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ ജോബ് ഏതാണ്, പ്രൈവറ്റ് ജോബാണോ സ്റ്റുഡൻറ്റ് ജോബാണോ, പിന്നെ അതിവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ആനുവൽ ഇൻകം എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ആനുവൽ ഇൻകം ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോബ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ജോബ് ഇവിടെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ കൺട്രി കോഡ്, കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ആ ജോലി ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഏതാണെന്നുള്ളത്. നമ്മളിപ്പം ജോലി ചെയ്യുന്ന ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ കൊടുക്കുക, പുറത്ത് വിദേശത്താണെങ്കിൽ വിദേശം കൊടുക്കുക. ഏത് സ്ഥലത്താണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൺട്രി കോഡ്, കൺട്രി നമ്മൾ സെലക്ട് ചെയ്യുക. കൺട്രി കിട്ടി. അപ്പോൾ ആ കൺട്രി സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും സേവ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ചെയ്ത് കൊടുത്തപ്പോൾ അത് അവിടെ വന്നു. പിന്നെ ഇതിവിടെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും. പിന്നെ ലാസ്റ്റ് പേജ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എത്ര ഏജാണ് അതാണ്. പിന്നെ ഹൈറ്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ കൊടുക്കണം. അത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് ഹൈറ്റ്, അവരുടെ ഹൈറ്റ്, നമ്മുടെ ഹൈറ്റും അവരുടെ ഹൈറ്റും കൂടെ നോക്കിയിട്ട് എത്ര മുതൽ എത്ര ഹൈറ്റ് വരെയാണ് കൊടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. പിന്നെ അവർ എങ്ങനെ നെവർ മാരീഡ് ആണോ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. എന്നുവെച്ചാൽ ബോഡി ടൈപ്പ്, അവരുടെ സ്ലിം ആണോ ഫാറ്റ് ആണോ ഫിറ്റ് ആണോ ഏതാണ് എന്ന് വെച്ചാൽ അത് കൊടുക്കണം. അവരുടെ ഹെയർ എങ്ങനെയാണെന്നുള്ളത് കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഏത് കാസ്റ്റാണോ ആ കാസ്റ്റിന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സബ് കാസ്റ്റ് ചെയ്യുക തന്നെ കൊടുക്കുക.
അതിനുശേഷം മാച്ചിങ് ഏതാണ് നമ്മുടെ സ്റ്റാർ ഒക്കെ ഏതാണ്. ഇതിനകത്ത് മാച്ചിങ് സ്റ്റാർ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാച്ചിങ് സ്റ്റാർ നമ്മൾ സെലക്ട് ചെയ്യണം. എൻ്റെ ജാതകം നോർമലാണോ ശുദ്ധ ജാതകമാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ നമ്മളിവിടെ കൊടുക്കണം, എങ്ങനെയാണ് വേണ്ടത് നമ്മളത് ഇവിടെ കൊടുത്തിട്ട് അവരുടെ എങ്ങനെയാണ് അവരുടെ ജോബാണോ പ്രൈവറ്റ് സ്റ്റുഡൻറ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സേവ് ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്താൽ നമ്മുടെ കംപ്ലീറ്റ് പ്രൊഫൈലായി. കംപ്ലീറ്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഫോട്ടോസ് ആഡ് ചെയ്യണം. ഫോട്ടോസ് ആഡ് ചെയ്താൽ പല ആൾക്കാരും പ്രൊഫൈൽ നോക്കുമ്പോൾ അവർ ഫോട്ടോസും എല്ലാ ഡീറ്റെയിലും നോക്കിയിട്ടായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുന്നത്. ചില ഫോട്ടോസ് ആഡ് ചെയ്യാതെ വരുമ്പോഴത്തേനും നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകും. നമുക്കത് ഈ ഫോട്ടോസ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ളതും ഇത് നമുക്ക് ഏത് ഫോട്ടോസ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ഫോട്ടോസാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ക്രോപ്പ് ഉണ്ട്. എത്ര നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ബോർഡറിൽ പിടിച്ചിട്ട് വേണം നമ്മളിത് മേലോട്ട് താഴോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ ഞാൻ ബോർഡറിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തപ്പോൾ അത് വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളത് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഹൗസിൻ്റെ ആണെങ്കിലും പിന്നെ നമുക്ക് ഏത് ഡീറ്റെയിൽ ആണോ നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിന് ശേഷം ഇത് ഫുൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ ചെയ്യുക. കംപ്ലീറ്റ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ ഇവിടെ വെയിറ്റിംഗ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ID നമ്പറുകളും എല്ലാം ഉണ്ടാകും. ഇപ്പം ഇതിനകത്ത് വെയിറ്റിംഗ് അപ്രൂവൽ ഇപ്പം ഫുൾ ഡീറ്റെയിൽ ആയി കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടെ കംപ്ലീറ്റ് പ്രൊഫൈൽ ആക്കിയിട്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എങ്ങനെയാണ് പ്രൊഫൈൽ ചെയ്യേണ്ടതെന്നുള്ളത്.